നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാനഷ്ട പ്രമേയ അധിഷ്ഠിത വാക്യങ്ങളിൽ കൂടെയുള്ള ഒരു പഠന പരമ്പരയാണ് ഇപ്പോൾ നാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. പ്രസ്തുത പഠനത്തിന്റെ വേറൊരു എപ്പിസോഡിലേക്ക് വീണ്ടും നാം കടന്നു വരുന്നു. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പ്രസ്താവിക്കപ്പെടുന്ന അനന്യാസിന്റെയും സഫീറയുടെയും മരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനന്യാസിന്റെയും സഫീറയുടെയും മരണം അത് വാസ്തവത്തിലെ രക്ഷാനഷ്ടത്തിന് ഒരു ഉദാഹരണമാണെന്നാണ് രക്ഷാനഷ്ട പ്രമേയങ്ങൾ സാധൂകരിക്കുന്ന ആളുകൾ സാധാരണയായി പറഞ്ഞു വരുന്നത്. അതിനവര് പറയുന്നു, അനന്യാസിനെ പരിശുദ്ധാത്മാവായ ദൈവം തൽക്ഷണം അടിച്ചു, അവൻ മരണപ്പെട്ടു. അതിനുശേഷം അവന്റെ ഭാര്യ അതുപോലെ തന്നെ വന്നു, അവരും മരണത്തിന് അടിമയായി തീർന്നു. ഈ 2 മരണങ്ങളും വാസ്തവത്തിൽ രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണെന്നാണ് സ്ഥാപിക്കുന്നത്. തുടർന്നുള്ള ചില ദിവസങ്ങളിലെ എന്റെ ഈ പഠനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നുള്ള രക്ഷാനഷ്ടവാക്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചകൾ മുഴുവൻ, കഴിഞ്ഞ സീരീസുകൾ മുഴുവൻ നമ്മള് മറ്റ് ഭാഗങ്ങളിൽ, സുവിശേഷങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പറയപ്പെടുന്ന രക്ഷാനഷ്ട പ്രമേയ വാക്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, അനന്യാസ് സഫീറ എന്ന് പറയുന്ന ദമ്പതികൾ അപ്പോസ്തോലിക കാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിശക്തമായി മുന്നേറുന്ന കാലത്ത് സംഭവിച്ച ഒരു സംഭവമാണിത്. അവിടെ വായിക്കുന്നു, അപ്പോസ്തലന്മാർ ആവശ്യപ്പെടാതെ വിശ്വാസികളുടെ ആത്മീക അധിനിവേശം കാരണം അവർ സ്പോണ്ടേനിയസ് ആയി, വോളണ്ടറിയായി ചില തീരുമാനങ്ങളെടുത്തു. എന്തായിരുന്നു? തങ്ങൾക്കുള്ള വസ്തുവകകൾ വിറ്റ് അത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവരിക, എല്ലാം പൊതുവകയെന്ന് എണ്ണുക, സ്വന്തമായി ഒന്നും വേണ്ട എന്നുള്ള ചിന്താഗതി. അങ്ങനെ സ്വന്തമായി ഒന്നും വേണ്ട എന്ന് ചിന്തിച്ച ഈ ചിന്താഗതി അപ്പോസ്തലന്മാര് അവരോട് ചെയ്ത നിർദ്ദേശമോ മറ്റാരെങ്കിലും അവരെ പ്രേരിപ്പിച്ചതിന്റെ ഫലമായി ഉണ്ടായതുമല്ല, മറിച്ച് അവർക്ക് ലഭിച്ച വ്യക്തിപരമായ പ്രേരണയാണ്. അതിന് മുഖാന്തരമായി ഭവിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം ഏതു സമയത്തും സംഭവിക്കും. ഉദാഹരണം പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പൗലോസ് പറയുമ്പോൾ, അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയ ഈ കാലഘട്ടത്തിൽ കൊരിന്തു സഭ സ്ഥാപിതമായ ആ കാലയളവിൽ തന്നെ ഏതു സമയത്തും കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംഭവിക്കും എന്ന് വിശ്വസിക്കുകയായിരുന്നു ആ വിശ്വാസികൾ. അങ്ങനെയെങ്കിൽ അവർ ചിലർ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇനിയും വസ്തുവകളൊന്നും സ്വന്തമായി വേണ്ട, പൊതുവകയായി എല്ലാം എണ്ണാം, അവ വിറ്റ് കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കാം, അവിടുന്ന് ഒന്നിച്ച് ആഹാരം കഴിക്കാം, ഒന്നിച്ചു പാർക്കാം എന്നുള്ള അവരുടെ ആത്മീകമായ കാഴ്ചപ്പാടിന്റെ ഔന്നത്യത്തിൽ അവര് സ്വമേധയാ ചെയ്ത പ്രവൃത്തിയാണ്. ഇങ്ങനെ ചിലർ ചെയ്യുകയിൽ അനന്യാസ് സഫീറ എന്ന് പറയുന്ന ദമ്പതികൾ, അവർ മോശക്കാരൊന്നുമല്ല, അവരും അവരുടെ വസ്തുവകൾ ചിലതൊക്കെ വിറ്റു. വിറ്റശേഷം അതിന്റെ ഒരു പങ്ക് അവർ ഇരുവരും കൂടി ആലോചിച്ച് മാറ്റിവെച്ചു. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എങ്ങാനും കർത്താവ് വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട തീവ്രമായിരിക്കുന്ന സമീപനത്തിന് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചാലോ, നസ്രായ വിശ്വാസത്തിന് വല്ല തകരാനും സംഭവിച്ചാലോ, അപ്പൊ നമ്മുടെ മെയിൻ്റനൻസ് നടക്കണ്ടേ, അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യാം, കുറച്ച് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് അവർ കുറെ മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ചിട്ട് ബാക്കി പൈസയുമായിട്ടാണ് അനന്യാസ് പത്രോസിനടുക്കൽ വരുന്നത്. അന്ന് വിവേചനപരം അതിശക്തമായി പ്രായോഗികമാക്കപ്പെടുന്ന കാലഘട്ടമാണ്. അപ്പൊ മടങ്ങി വന്നിട്ട് അപ്പൊ പത്രോസ് ചോദിച്ചു അനന്യാസിനോട്, നീ ഇത്രയ്ക്കോ ഈ നിലം വിറ്റത്? അവൻ പറഞ്ഞു, അത്രയ്ക്ക് തന്നെ. ഇത് വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായിരുന്നില്ലേ? പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ച എന്താ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ അവൻ വീണ് മരിച്ചു. അനന്യാസും സഫീറയും വിശ്വാസികളായ ദമ്പതികളായിരുന്നുകൊണ്ട്
അവർ പാപം ചെയ്തുവെന്നും പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യാൻ ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് അവരെ ദണ്ഡിപ്പിക്കുകയും അവർ മരിക്കുകയും ചെയ്തു എന്നാണ് വ്യാഖ്യാനം. വിറ്റത് ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞാണ് തെറ്റ്. അപ്പൊ ഇത്രയ്ക്കാണോ വിറ്റത്? ഉദാഹരണം പറഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപയ്ക്കാണോ? അന്ന് ലക്ഷമൊന്നുമില്ലല്ലോ. ഞാൻ ഉദാഹരണം പറയുകയാണ്. ഈ സംഭവം ഇന്ന് നടക്കുക എന്ന് ചിന്തിക്കുക. എത്ര വിറ്റത്? 10 ലക്ഷത്തിന് വിറ്റു. 5 ലക്ഷം അവർ മാറ്റിവെച്ചു. 5 ലക്ഷം കൊണ്ട് അപ്പോസ്തലന്മാർക്ക് വന്നു. ഇത്രയ്ക്കോ വിറ്റത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അത്രയ്ക്കാണ് വിറ്റത് എന്ന് പറഞ്ഞതാണ് വാസ്തവത്തില് തെറ്റായിപ്പോയത്. വാസ്തവത്തില് ഞാൻ ആത്മാർത്ഥമായി ഒരു ചോദ്യം ചോദിക്കാം. രക്ഷ നഷ്ടപ്പെടുമെന്ന് വാദിക്കുന്ന ആളുകൾ അനന്യാസിന്റെയും സഫീറയുടെയും മരണത്തിന് കാരണമായി തീർന്ന വിഷയം അവര് ഇത്രയ്ക്ക് വിറ്റു എന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവായ ദൈവത്തിനെതിരെ പറഞ്ഞ പാപമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരെ അടിച്ചു. അവർ മരിച്ചു വീണു. അനന്യാസും മരിച്ചു. പിന്നീട് പിന്നാലെ വന്ന സഫീറയും മരിച്ചു. ഇങ്ങനെ ചെയ്ത തെറ്റിന്റെ പേരിലാണ് അവർ മരിച്ചതെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാം, ഇന്നത്തെ വിശ്വാസികളിൽ എത്ര പേര് സ്വർഗരാജ്യത്തിലുണ്ടായിരിക്കും? കാരണം ശമ്പളം കിട്ടിയാൽ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ 50,000 ഉള്ളെന്ന് പറയുന്ന ആളുകൾ, ഇനി ശമ്പളം കിട്ടിയാൽ എത്രയാണെന്ന് പോലും പറയാത്ത ആളുകൾ, പിന്നെ വസ്തു കച്ചവടം ചെയ്താൽ അതിൽ കൃത്യമായി എമൗണ്ട് എഴുതാത്ത ആളുകൾ, രജിസ്റ്റർ കച്ചേരിയിൽ അതിന് പൈസ കൊടുക്കാത്ത ആളുകൾ, ടാക്സ് ഗവൺമെന്റ് കെട്ടാത്ത ആളുകൾ, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിന് നല്ല കർത്താവും പറഞ്ഞ് അത് കെട്ടാത്ത ആളുകൾ, കിട്ടുന്നവയിൽ തന്നെ കുറച്ച് കാണിക്കുന്ന ആളുകൾ, ഇങ്ങനെ എത്രയോ വൈപരീത്യങ്ങൾ, എത്രയോ തിരിമറികൾ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ സാധാരണയായി കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വിശ്വാസികൾ എത്ര പേര് സ്വർഗരാജ്യത്തിൽ പോകും? എന്ത് കള്ളവും ഒക്കെയാണ് പറയുന്നത്. വാസ്തവത്തില് അവിടുത്തെ വിഷയം അതല്ല. ദൈവം പാപത്തെ വെറുക്കുന്നു എന്നും വിശ്വാസികൾ തെറ്റ് ചെയ്താലും ഗൗരവമായി തന്നെ ആ തെറ്റുകളെ കരുതും. ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്, പാപിയെ സ്നേഹിക്കുന്നവനാണ്. വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പാപം ചെയ്താൽ ആ പാപത്തിനും അവർക്കും ശിക്ഷയുണ്ടാവും. അവർ അത് ഗൗരവമായി തന്നെ കരുതും എന്ന് കാണിക്കുകയാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 11-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട ഈ ശിക്ഷയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇത് ബാലശിക്ഷ എന്നാണ് പറയുന്നത്. ഇത് ഹേതുവായി നിങ്ങൾ പലരും രോഗികളായിത്തീരുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. അപ്പൊ അവിടെ സംഭവിച്ച കാര്യം, വിശ്വാസികൾ ദൈവസന്നിധിയിൽ പാപം ചെയ്താൽ ആ പാപത്തിനും എന്തുണ്ട്? ശിക്ഷയുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്യാസും സഫീറായും പാപം ചെയ്തു, അവര് കള്ളം പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരെ അടിച്ചു, അവര് മരിച്ചുപോയി. ഇന്ന് അതിനേക്കാൾ ഗൗരവതരമായി എത്രയോ പ്രാവശ്യം കള്ളം പറയുന്ന, തെറ്റുകൾ ചെയ്യുന്ന, അപഹരിക്കുന്ന, സാക്ഷാൽ കള്ളത്തരം കാണിക്കുന്ന വിശ്വാസികൾ എത്രയുണ്ട്? അവര് മരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു ചെറിയ ഉത്തരം ഞാൻ പറയാം. ലളിതമായ ഉത്തരം. അതായത് അപ്പോസ്തോലിക കാലത്ത് ദൈവവചനത്താലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം സുവിശേഷത്തെയും ദൈവവചനത്തെയും ഉറപ്പിച്ചു പോകുന്ന സമയമാണ്. അതിശക്തമാണ് ആ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. വചനത്തെ ഉറപ്പിക്കുകയാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്നെ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി എന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു എന്നതുമായി ഇത്ര വലിയ രക്ഷയെ ഉറപ്പിക്കുന്ന കാലഘട്ടമാണ്. അത്ര തീവ്രമായിട്ടാണ് പരിശുദ്ധാത്മാവായ ദൈവം അന്ന് ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ആ നിലയിലുള്ള ഏർപ്പെടലുകളുടെ ഫലമായിട്ടാണ് ആ നാളുകളിൽ തൽക്ഷണമുള്ള ശിക്ഷ എന്ന നിലയിൽ ഇത് ശക്തമായത്. പിന്നത്തേതിൽ നമുക്ക് ആ തൽക്ഷണ ശിക്ഷ എന്ന് പറയുന്നത് ഒരല്പം അയവ് വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് കൃപായുഗമാണല്ലോ. അതുകൊണ്ട് ഇത് ഒരു ബാലശിക്ഷയുടെ ഭാഗമായി ശേഷമുള്ള വിശ്വാസികളുടെ ഭയത്തിനു വേണ്ടി, ഈ സംഭവം യെരൂശലേമിലൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയെന്നാണ് വായിക്കുന്നത്. ശേഷമുള്ള വിശ്വാസികളുടെ ഭയത്തിനു വേണ്ടി ഒരു ഉദാഹരണമായി സംഭവിച്ചു. അനന്യാസും സഫീറയും മരിച്ചു വീണു. പിന്നീട് ആ കാലഘട്ടത്തിലെ ഏതെങ്കിലും ആളുകൾ ഇതുപോലെ മരിച്ചു വീണതായിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ഈ പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്നില്ല.
1 കൊരിന്ത്യർ 11:32 അവർ വായിക്കുമ്പോൾ അവർ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അവർക്ക് ലഭിച്ചു. ഇത് നിമിത്തം എന്ത് ചെയ്യും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ അവർ ലജ്ജിക്കേണ്ടതായി വരുന്നില്ല. കാരണം ബാലശിക്ഷയിൽ കൂടി അവർ കടന്നുപോയി. അപ്പോഴും അവരുടെ രക്ഷ ദൈവസ്ഥലിൽ സുരക്ഷിതമാണെന്ന് നമ്മെ സൂചിപ്പിക്കുന്ന ഒരു മനോഹരമായ സംഭവമാണ് അനന്യാസിന്റെയും സഫീറയുടെയും മരണം. വാസ്തവത്തിലെ ജീവിതം നഷ്ടപ്പെട്ടതിനാൽ പ്രതിഫലങ്ങൾ ഇല്ലാതെ വരും. ബാലശിക്ഷയുടെ കാഠിന്യം ഇവിടെ തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു. അവർക്ക് മുമ്പോട്ട് ജീവിച്ച് ദൈവസന്നിധിയിൽ ഫലകരമായി പ്രവർത്തിച്ച് നിത്യതയിൽ ഏറിയ പ്രതിഫലം വാങ്ങുവാനുള്ള അവരുടെ ആ പ്രിവിലേജ്, അവസരം നഷ്ടമായതുകൊണ്ട് ചെയ്തു? പ്രതിഫലങ്ങൾ ഇല്ലാതെ വരും. ബാലശിക്ഷയുടെ കാഠിന്യം എത്ര വലുതാണെന്ന് ദൈവം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാതെ അവര് ഈ കള്ളം പറഞ്ഞുകൊണ്ട് ഉടനെ മരിച്ചു വീണു, അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയി എന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ചിന്തയും ആ ഭാഗത്ത് ഇല്ല എന്നുള്ളത് എത്രയും താഴ്മയോടെ വചനത്തോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. എന്തെങ്കിലും സംശയം ഈ വിഷയത്തിൽ ഇനി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.